എല്ലാ ബിസിനസിന്റെ ഉള്ളിൽ, കാരണം ബിസിനസ് പുറത്തുനിന്ന് കാണുമ്പോഴും എല്ലാം ഒരു കോമൺ ആയിട്ട് തോന്നാൻ പോലും അതിന്റെ ഉള്ളിലുള്ള ഓപ്പറേഷൻ സിസ്റ്റങ്ങളൊക്കെ മാറ്റങ്ങളുണ്ടാവും. നമ്മളെ ഇന്ത്യയിൽ അത്യാവശ്യം നല്ലൊരു മോഡലാണ് മൈബിൽ ബുക്കും വ്യാപാരമൊക്കെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ. സ്റ്റാർട്ടപ്പിന് മിഡ് റേറ്റ് കമ്പനികളൊക്കെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്തൊരു മോഡലാണ്. കാരണം നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം അഫോർഡബിലിറ്റിയിലാണ് ഇന്ത്യൻ മാർക്കറ്റ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ടോട്ടലെക്സ് പോഡ്കാസ്റ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സാസ് മോഡൽ ബിസിനസിനെ കുറിച്ചാണ്. സാസ് മീൻസ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. ആക്ച്വലി എന്താണ് ഈ സാസ് പ്രൊഡക്റ്റ്, അതായത് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എങ്ങനെ മറ്റ് സോഫ്റ്റ്വെയറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതില് ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻസുകൾ, അതുപോലെ തന്നെ നമ്മളെ ഒരു നീഡിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതോ അതല്ലെങ്കിൽ ഒരു ബിസിനസ് നീഡ്സിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതോ അതായിട്ടുള്ള പ്രൊഡക്ട്സിനെ നമ്മളൊരു കസ്റ്റം ബിൽഡായിട്ട് ഉണ്ടാക്കാതെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചൊരു ടൂളിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റത്തെയൊക്കെ പറയാം സാസ് മോഡലായിട്ട്. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് ഡിമെറിറ്റ്സും ഉണ്ടാവുമല്ലോ. എന്തായാലും അതിൻ്റെതായ പ്രോസും കോൺസും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ സാസ് പ്രൊഡക്ഷൻ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ നെഗറ്റീവ് കാര്യങ്ങൾ കാണാൻ പറ്റും? നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എല്ലാ ബിസിനസിന്റെ ഉള്ളിൽ, കാരണം ബിസിനസ് പുറത്തുനിന്ന് കാണുമ്പോഴും എല്ലാം ഒരു കോമൺ ആയിട്ട് തോന്നാൻ പോലും അതിന്റെ ഉള്ളിലുള്ള ഓപ്പറേഷൻ സിസ്റ്റങ്ങളൊക്കെ മാറ്റങ്ങളുണ്ടാവും. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഇങ്ങനത്തെ പ്രൊഡക്ട്സുകൾ എടുക്കുമ്പോൾ. അഥവാ നിങ്ങൾക്ക് സാസ് മോഡൽ പ്രൊഡക്ട്സുകൾ എടുക്കുമ്പോൾ കംപ്ലീറ്റ്ലി നമ്മുടെ ബിസിനസിന് 100% ആപ്റ്റ് ആയിട്ട് സോഫ്റ്റ്വെയർ വരാൻ ചാൻസ് ഇല്ല. അത് എന്ത് ഇത് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു മൈനസ്, പ്ലസ് ആൻഡ് മൈനസ് ഏരിയകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ ഒരു മോഡലിലേക്കായിട്ട് വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും. അതിന്റെ പ്ലസ് മൈനസും ഉണ്ടാവും. പക്ഷെ ഒരു 95% ഓൾമോസ്റ്റ് ഓക്കെ ആയിരിക്കും. ബാക്കിയുള്ള പ്രോസസ് നമ്മൾ മാനുവലി മാനേജ് ചെയ്യുന്ന രീതിയിലേക്ക് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ചെയ്യുക. നമ്മുടെ ഓഫീസിന് മുമ്പ് നമ്മളൊരു അറ്റൻഡൻസും പേറോൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ അറ്റൻഡൻസ് ഒക്കെ പെർഫെക്റ്റ് ആണ്. പക്ഷെ ആ പേറോളിന്റെ ഇതിലേക്ക് വരുമ്പോൾ കാൽക്കുലേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിലല്ല അവരുടെ കാൽക്കുലേഷൻ വരുന്നത്. അവരുടെ മിസ്റ്റേക്ക് അല്ല, നമ്മുടെ മിസ്റ്റേക്കും അല്ല. അതെ, കാരണം ഒരു പരിധി വരെയൊക്കെ ചില ഏരിയകളിൽ ഓക്കെ ആയിരിക്കാം. ഇപ്പോ അതിൽ നമ്മൾ മേജർ ആയിട്ട് കണ്ടിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മളത് 9 to വർക്കേഴ്സ് ഏരിയയിൽ വരുമ്പോൾ 9 to 6:30 ആണ്. ഒരു 1.5 hour ആണ് നമ്മൾ എന്താ ബ്രേക്ക് കൊടുക്കുന്നത്. ടോട്ടൽ 8 hours ആയിട്ട് വർക്കിംഗ് ടൈം വരിക. പക്ഷെ അതിൽ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 9 പഞ്ചും ചെയ്യണത് 10 5 ചെയ്തിട്ട് 1 hour വരെ അഡീഷണലി 7:30 ഇറങ്ങുന്ന രീതിയിലേക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഓവർ ടൈം ആയിട്ടല്ല കാൽക്കുലേറ്റ് ചെയ്യുക. എന്താണ് ഒരു ഫുൾ ഡേ വർക്ക് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഒബിയസ്ലി ഒരു 8 മണിക്കൂർ വർക്ക് ചെയ്തു. പക്ഷെ 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നത് നല്ലല്ലോ. ഒരു ഡിസിപ്ലിൻ അവിടെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. നമുക്ക് എന്താണ് ഇപ്പൊ ഇവര് അവർ ബേസ് ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പെർഫെക്റ്റ്. പക്ഷെ നമ്മൾ അവർ ബേസ്ഡ് ആണെങ്കിലും ഓക്കെയാണ്, അല്ലെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ ബിസിനസിന് ആപ്റ്റ് ആയി നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടെത്തി. പക്ഷെ ഓൾമോസ്റ്റ് ആപ്റ്റ് ആയ മോഡലുകൾ മാർക്കറ്റിൽ ഉണ്ട്. നമ്മൾ റിസർച്ച് ചെയ്യാന്നുള്ളതാണ്. നമുക്കിത് മാച്ചിങ് ആണെങ്കിൽ 95% ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് പ്രൊസീഡ് ചെയ്യാം. ചില ഏരിയകൾ നമ്മൾ മാനുവലി മാനേജ് ചെയ്യേണ്ട കാര്യങ്ങൾ വരാം. പക്ഷെ എന്നാലും എന്താണ്, എല്ലാത്തിനും മൈനസ് ആൻഡ് പ്ലസ് ഉണ്ട്. ഇപ്പൊ നമ്മള് ഫിംഗർ സിസ്റ്റം വെക്കുമ്പോൾ ഉള്ള മിസ്സിങ് എന്താ വെച്ചാൽ ലീവ് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസ്, ആ മെയിൽ ത്രൂ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുക. ഒരു എക്കോ സിസ്റ്റത്തിന്റെ ഉള്ളിൽ വേണമെങ്കിൽ കൊണ്ടുവരാം. അതിനാണ് ആപ്ലിക്കേഷൻ ത്രൂ ഒക്കെ ആണെങ്കിൽ, അറ്റൻഡൻസ് പ്രോസസ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ആ രീതിയിലേക്കൊക്കെ വർക്ക്ഔട്ട് ചെയ്യാം. നമ്മളെ പേറോൾ സിസ്റ്റം ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആ ഒരു മോഡലിലേക്കാണ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഫീച്ചേഴ്സുകൾ. അത് 2-3 രീതിയിലുള്ള ഹൈലൈറ്റ് പൊസിഷൻസ് നമ്മൾ മാനേജ് ചെയ്തിട്ടുണ്ട്. കുറെ റിസർച്ചിനെ ബേസ് ചെയ്തിട്ട്, ഏകദേശം ഒരു 3 കൊല്ലത്തെ റിസർച്ചിനെ ബേസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത പ്രോഡക്ട്സാണ്. അപ്പൊ അതിന്റെ ആ ഒരു പ്ലസ് പോയിന്റ്സ് ഉണ്ടാവും. മാർക്കറ്റിലൊരു 95% ഓഫ് ബിസിനസ്സിനും അത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഓക്കെയാണ്. പക്ഷേ എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു അറ്റൻഡൻസ് ആൻഡ് സോഫ്റ്റ്വെയർസ് ഒരു ബിസിനസ്സിന് ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമ്മളത് അപ്രോച്ച് ചെയ്യാൻ തന്നെ ഏകദേശം എന്താണ് ഒരു 3 to 7 lakhs ഉള്ളിലൊക്കെ വരും. 3 to 7 lakhs ഉള്ളിൽ ഡിപ്പെൻസ് ഓഫ് ഫീച്ചേഴ്സിനനുസരിച്ച് വരും. ഈ സാധനം നമ്മൾ ഒരു എക്സാമ്പിൾ ഒരു 25 എംപ്ലോയീസ് പല കമ്പനി, ഇപ്പം നമ്മൾ ഇടാൻ പോകുന്ന പ്രൈസിങ് എന്ന് പറയുന്നത് ഏകദേശം 2,500 rupees. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെ നോക്കുമ്പോൾ വളരെ ഈസിയാണ്. പെർ ഇയറിലേക്ക് 2,500 rupees വരുള്ളൂ. അപ്പൊ ഇത് എത്ര 10 വർഷം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഏകദേശം 25,000 ആണ് വരാം. 10 വർഷം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പൊ അതാണ് അതിനുള്ള മാറ്റം. ഇവർക്ക് അപ്പൊ എന്താണ് നമുക്കുള്ള പ്രോഫിറ്റ്? നമുക്ക് മൾട്ടിപ്പിൾ ഓഫ് ബൾക്ക് യൂസേഴ്സിനെ നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്നതാണ്. അത് ത്രൂ ആണ് നമുക്ക് പ്രോഫിറ്റ് ആവുള്ളൂ. 1-2 കൊടുത്തുകൊണ്ട് എന്താണ് പ്രോഫിറ്റബിൾ ആവില്ല. പിന്നെ നമുക്ക് ഒരു
10 ആൾക്കാർക്ക് കൊടുക്കുന്നതും 1000 ആൾക്കാർക്ക് കൊടുക്കുന്നതും ഒരുപോലെയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് കൊടുക്കുന്നത് ഒരുപോലെയാണ്. അത് പ്രൊഡക്റ്റ് ആണ്. അതെ, ഇനി എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ചെയ്തതിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒറ്റ സിംഗിൾ അപ്ഡേറ്റിലോട് കൂടി മാനേജ് ചെയ്യാൻ പറ്റും. ചില കമ്പനീസ് സാസും പ്രൊഡക്റ്റ് ഇപ്പൊ എന്താ വെച്ചാൽ സോഫ്റ്റ്വെയർസും കൂട്ടിയിട്ട് പ്രൊഡക്റ്റ് കൊണ്ട് മെർജ് ചെയ്തിട്ട് ഡെവലപ്പ് കൊടുക്കുന്നുണ്ട്. അതായത് ചില ക്ലയന്റ്സിന് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ്. അങ്ങനല്ല, ഇപ്പൊ അവർക്കൊരു ടൂളും ഉണ്ടാവും അതിന്. ഇപ്പൊ പഞ്ചിങ് ഡിവൈസും ഫിസിക്കൽ ഡിവൈസ് വെച്ചിട്ട് അതിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഡിവൈസുകൾ കംപ്ലൈന്റ് ആവുമ്പോൾ അതിന്റെ ഒരു മിസ്മാച്ചുകൾ നടക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു എക്കോസിസ്റ്റം മൊബൈലിൽ ചെയ്യുന്ന ഒരു മോഡലാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോഴുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ മൊബൈൽ ഒരാളുടെ കംപ്ലൈന്റ് ആവാൻ ചാൻസസ് ഉള്ളൂ. ഇനി കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അഡ്മിറ്റ് ഇട്ട് കൊടുക്കാം, അത് മറ്റിലുണ്ട്. പക്ഷേ ഒന്നുകൂടി ബെറ്റർ ഓപ്ഷൻസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അവർക്കൊരു എക്കോസിസ്റ്റം അടിപൊളിയാക്കാൻ പറ്റും. പിന്നെ ട്രാക്കിംഗ് സിസ്റ്റങ്ങൾ അടിപൊളിയാക്കാം. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഫീൽഡ് സ്റ്റാഫുകൾ ഉണ്ടാവും. ഇവർക്ക് പഞ്ചിങ് ഡിവൈസ് ഒന്നും നടക്കില്ലല്ലോ. ഇവർ സെൽഫി എടുക്കുന്നു, ഇവർ പോകുന്ന റൂട്ടുകളും കിലോമീറ്ററുകളും ഇവർ വെയിറ്റ് ചെയ്യുന്ന ഏരിയകളൊക്കെ എന്താണ് പിൻ പോയിന്റ് ചെയ്ത് വരുമ്പോൾ ഒരു ട്രാക്കിംഗ് സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ് ഇത്രയൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മളെ ഇന്ത്യയിൽ അത്യാവശ്യം നല്ലൊരു മോഡലാണ് മൈബിൽ ബുക്കും വ്യാപാരമൊക്കെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ. സ്റ്റാർട്ടപ്പിന് മിഡ് റേറ്റ് കമ്പനികളൊക്കെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്തൊരു മോഡലാണ്. കാരണം നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം അഫോർഡബിലിറ്റിയിലാണ്. ഇന്ത്യൻ മാർക്കറ്റ് ഭയങ്കര ചീപ്പ് ആയിട്ട് കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് വർക്ക്ഔട്ട് ചെയ്യുക. പുറത്തുള്ളതാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രൈസിങ് തന്നെ ആയിരിക്കും എല്ലാ പ്രൊഡക്റ്റും സെല് ചെയ്യുക. ഡോളർ പ്രൈസ് ആകുമ്പോൾ അതിൻ്റെ ഒരു കൺവേർഷൻ മോഡലാണ് ഇത് വർക്ക്ഔട്ട് ആവുക. അപ്പോൾ സാസ് എടുക്കാൻ നോക്കുകയാണ് ഫസ്റ്റ് ലെവൽ ഓഫ് B2Bയിലൊക്കെ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് കമ്പനികൾക്കും ഒരു മിഡ് റേഞ്ച് കമ്പനികൾക്കും സാസിനെ ഓപ്റ്റ് ചെയ്യുന്നതിനായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അത് നമ്മൾ പിന്നീട് അതിൽ നിന്ന് കുറേ മൈനസുകൾ വരാം. ഓരോ ബിസിനസിനെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ അത് പിന്നെ സെക്കൻഡ് ഫേസിൽ സർവീസ് നോക്കാൻ വേണ്ടിയിട്ട് പല കമ്പനീസ് നമ്മളൊരു ഫ്രീ പ്ലാൻസ് കൊടുക്കുന്നതാണ്. അതെ അതെ അതെ. ഈ പ്രീമിയം എന്നുള്ള ടേം ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതെ അതെ. ആ പ്രീമിയത്തിൽ വരുമ്പോൾ എന്താ വെച്ചാല് ഇപ്പൊ നമുക്ക് പറയണം, ഇപ്പൊ നമ്മളെ സോഫ്റ്റ്വെയറിൽ ഒരു 7 പേർക്ക് 5 പേർക്ക് നമ്മൾ ഫ്രീ ആയിട്ടാണ് അറ്റൻഡൻസ് കൊടുക്കുന്നത്. അപ്പൊ അതുപോലത്തെ കൺസെപ്റ്റുകളാണ് പ്രീമിയം. കാരണം പെയ്ഡും ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീ ആയിട്ടും കൊടുക്കുന്ന ചില ഏരിയകൾ പെയ്ഡ് ആയിരിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ChatGPT, ജെമിനായി, ഇതൊക്കെ എന്താണ് ആയിട്ടുള്ള കാര്യം ഫ്രീ ആയിരിക്കും. നമുക്ക് അതിന്റെ എക്കോസിസ്റ്റം പരിചയപ്പെടാനും നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് ഓക്കെ ആണോ എന്നുള്ള ഇതൊക്കെ മനസ്സിലാക്കാൻ. പിന്നെ അതെ, അത് വേറെ അതൊരു മോഡലാണ്. അതിൽ കുറച്ച് ഏരിയ മാത്രം ഫ്രീ ആയിട്ട്. എടുത്തു പറഞ്ഞൊരു പേരാണ് സോഹോ. അതെ അതെ. സോഹോ കംപ്ലീറ്റ് എക്കോസിസ്റ്റം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതില് എന്താണ് പിന്നെ വേറൊരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു 3 ട്രയലും തരുന്ന ഒരു കമ്പനീസിലുണ്ട്. ഇപ്പോൾ 1 month ട്രയൽ. അപ്പൊ നമുക്ക് ആ ട്രയലോട് കൂടി അതിനെ കുറിച്ച് എല്ലാം പഠിക്കാൻ പറ്റും. പ്രീമിയം തന്നെ ട്രയൽ ഇടുന്നുണ്ട്. ഇപ്പൊ ജെമിനായിലൊക്കെ പ്രീമിയം ട്രയൽ തരും 1 month. നമ്മൾ കാർഡ് ആഡ് ചെയ്യണമെന്നുള്ളൂ, ആണെങ്കിൽ ക്യാൻസൽ ചെയ്യാന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതൊക്കെ എന്താണ് ബെറ്റർ എക്സ്പീരിയൻസുകൾ കൊടുക്കാനും മനസ്സിലാക്കാനും ആൾക്കാർ ഒരു കൺഫ്യൂഷനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് എടുത്തോണ്ട് എനിക്ക് എന്ത് ബെനിഫിറ്റ് എന്നുള്ളത് നമ്മളെന്താണ് ഇത് എടുത്ത് നോക്കി ഒരു യൂസ് ചെയ്യുമ്പോൾ അത് ഓക്കെ ആണെങ്കിൽ നാളെ അടുത്ത മന്ത് മുതൽ പേയ്മെന്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റിലേക്ക് അത് എത്താം എന്നുള്ളതാണ്. അത് ആക്ച്വലി വർക്ക്ഔട്ട് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമ്മുടെ പേറോളിനെ കുറിച്ച് സംസാരിക്കാം. സാസിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്താണോ പ്രൊഡക്ട്സ് ആ ഒരു ഇപ്പൊ നമുക്കൊരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ ബില്ലിംഗ് സോഫ്റ്റ്വെയർ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാം, പ്രോഡക്റ്റ് ബേസ് ആയിട്ടും ചെയ്യാം. ഈ പ്രോഡക്റ്റ് ബേസ് ആയിട്ട് ചെയ്യുന്നതിന് ഒരു സാസ് മോഡലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇത് എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് സെല് ചെയ്യാൻ പറ്റുന്ന എക്കോസിസ്റ്റം ആവണം. ഒരിക്കലും എപ്പോഴും ഒരു മാൻ പവറിന് ഇല്ലാത്ത രീതിയിലേക്ക് പുതിയ ടെക്നോളജി അഡോപ്റ്റ് ഇതിനനുസരിച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. പുതിയ ഫീച്ചേഴ്സുകൾ, റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. പക്ഷെ എന്താണ് എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും അത് ടൈം യൂസ് ചെയ്യാനും അതൊക്കെ ഒരു ക്ലൗഡ് ബേസ്ഡ് മോഡലായിരിക്കും പൊതുവെ ഉണ്ടാവുക. ഈ ഒരു മോഡലിലേക്ക് വരാനുള്ള ചാൻസസ് ഇല്ലേ. അപ്പോൾ ഗെയിമും ഇതൊക്കെ ഇതിൽ പെടുന്നത് തന്നെയാണ്. സാസ് മോഡൽ വരുന്നതാണ്. ഇത് ഓരോ മോഡലിനും ഒരു കൈൻഡ് ഓഫ് മോഡലാണ്, പലതിനും പല പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും തന്നെയാണ് മേജറായിട്ട് നമുക്കിതിൽ സംസാരിക്കാനുള്ളത്. ഓക്കെ, അതിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ പേറോളിനെ കുറിച്ചും അതിന്റെ ഫംഗ്ഷനാലിറ്റിനെ കുറിച്ചും പ്ലാൻസിനെ കുറിച്ചും നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. തീർച്ചയായിട്ടും. ഓക്കെ, നമുക്ക് നിർത്താം. ഓക്കെ, താങ്ക് യു.